ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ്, മലയാളത്തിന്റെ മധുരതരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതായി എന്നിഷ്ടവാണി നാടിൻ നാദ തരംഗം ജൻവാണി, റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ദൈവത്തിൻ്റെ വിരലുകൾക്കിടയിലെ പേന പോലെയായി തീരണം നമ്മുടെയൊക്കെ ഹൃദയം. ഒരാൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മുടെയൊക്കെ അസ്തിത്വത്തിലേക്ക് പുതിയ വാതായനങ്ങൾ അവൻ തുറക്കും. ചിലപ്പോൾ അത് വേദന പകരും, അത് ചിലപ്പോൾ ആനന്ദം പകരും. അതൊരു അനിവാര്യതയാണ്. ജീവിതത്തിൻ്റെ അർത്ഥപൂർണതയും അർത്ഥശൂന്യതയും നമുക്ക് ആ അനുഭവത്തിൽ കാണുവാൻ സാധിക്കും. യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് ഒരാൾ പോയാൽ പോയ പോലെ ഒരിക്കലും തിരിച്ചു വരികയില്ല. അയാൾ വരും, വീണുടഞ്ഞ് തന്നിലെ വേണ്ടാത്തതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി. മുറിവുകളിലൂടെ പ്രകാശം പ്രവഹിച്ച് ഉരുകുന്ന മഞ്ഞുപോലെ സ്വയം ശുദ്ധീകരിച്ച് ഒന്നുമല്ലാതിരുന്ന അയാൾ എല്ലാമായി മാറും. പിന്നെ സഹിഷ്ണുതയുടെ കാതുകൾ കൊണ്ടാണ് കേൾക്കുന്നത്, കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് കാണുന്നത്, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം. അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം, വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി FM അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പൊതുവാച്ചേരി. ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്ന് ഡിസംബർ 21 വ്യാഴാഴ്ചയാണ്. ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് ഇന്ന്. മാത്രമല്ല, ഇന്ന് ക്രോസ് വേർഡ് പസിൽ ഡേ കൂടിയാണ്. 1891 ഡിസംബർ 21 ലോകത്തിലെ ആദ്യ ബാസ്കറ്റ്ബോൾ മത്സരം നടന്നത്. ക്യൂറി ദമ്പതികൾ റേഡിയം കണ്ടുപിടിച്ചു 1898 ഇതേ ദിനം. സൈഫുദ്ദീൻ കിച്ലു സ്റ്റാലിൻ സമാധാന സമ്മാനം നേടുന്ന പ്രഥമ ഇന്ത്യക്കാരനായത് ഇതേ ദിനമാണ്. 1970 അമേരിക്കയിൽ വോട്ടവകാശം ലഭിക്കാനുള്ള പ്രായം 18 വയസ്സാക്കി ചുരുക്കി. 2021 വന്നാൽ സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്താനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബിൽ സഭാസമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടു. 2022 ഇതേ ദിനം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സംഭാവനകൾക്ക് വിയറ്റ്നാമിലെ വിൻ ഗ്രൂപ്പിന്റെ വിൻ ഫ്യൂച്ചർ പുരസ്കാരം മദ്രാസ് IITയിലെ തലപ്പിൽ പ്രദീപ് നേടിയത്. PT ഉഷയെ രാജ്യസഭാ ഉപാധ്യക്ഷ പാനലിലേക്ക് അധ്യക്ഷൻ ജഗദീപ് ധൻകർ ശുപാർശ ചെയ്തു. 2022 ഇതേ ദിനം. ഇത് ആദ്യമായാണ് ഒരു നോമിനേറ്റഡ് അംഗത്തെ പാനലിലേക്ക് ശുപാർശ ചെയ്യുന്നത്. പ്രിയ ശ്രോതാക്കളെ, 1550 ഡിസംബർ 21 മാൻസിംഗ് ജനിച്ചത്. അക്ബറിൻ്റെ സൈനിക മേധാവി, ജയ്പൂരിലെ രജപുത്ര രാജാവ്, അക്ബറിൻ്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാൾ. ജൂതവംശജനായ ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഡിസയറലി ജനിച്ചതും 1804 ഇതേ ദിനമാണ്. 2 തവണ അധികാരത്തിലിരുന്നു. ആധുനിക കൺസർവേറ്റീവ് പാർട്ടി സ്ഥാപകൻ കൂടിയാണ്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ ദേശീയ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്.
1881 ഇതേ ദിനമാണ് സുന്ദർലാൽ ശർമ്മ ജനിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി, ഛത്തീസ്ഗഡ് ഗാന്ധി എന്നറിയപ്പെടുന്നു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ PN ഭഗവതി ജനിച്ചു 1921 ഇതേ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി അംഗമാണ്. ILO നിയമ ഉപദേശക സമിതിയിലും പ്രവർത്തിച്ചു. 1932 വന്നാൽ UR അനന്തമൂർത്തി ജനിച്ചു. ജ്ഞാനപീഠ ജേതാവായ കന്നഡ സാഹിത്യകാരൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ കൂടിയാണ് അവർ. 1959 ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നർ ജനിച്ചു. 39 വയസ്സിൽ വിട പറഞ്ഞ US അത്ലറ്റ്. ലോകത്തിലെ എക്കാലത്തെയും മികച്ച അത്ലറ്റാണ് അവർ. പ്രിയ ശ്രോതാക്കളെ, ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ആർച്ചി സ്നേഹയും. ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണിന്ന്. അതിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആരുടെയൊക്കെയാണെന്ന് നോക്കാം. പാർക്കിൻസൺ രോഗം തിരിച്ചറിഞ്ഞ ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രജ്ഞൻ ജെയിംസ് പാർക്കിൻസൺ അന്തരിച്ചു 1824 ഇതേ ദിനം. 1909 വന്നാൽ AMT ജാക്സൺ അന്തരിച്ചത് ഇതേ ദിനമാണ്. പണ്ഡിറ്റ് ജാക്സൺ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കലക്ടറാണ്, ചരിത്രകാരനാണ്. വിപ്ലവകാരിയായ 18കാരൻ ആനന്ദ് കൻഹാര വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നുണ്ടായ അന്വേഷണമാണ് VD സവർക്കറുടെ അറസ്റ്റിന് കാരണമായത്. നാസിക്കിലെ വിജയാനന്ദ തിയേറ്ററിൽ സംഗീത് സാരഥ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കെയാണ് കൊല്ലപ്പെട്ടത്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ജാക്ക് ഹോബ്സ് അന്തരിച്ചു 1963 ഡിസംബർ 21 ദി മാസ്റ്റർ എന്ന് വിളിപ്പേര്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ഏറ്റവും പ്രായം കൂടിയ താരം. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റായ സിഖ് വിപ്ലവകാരി സഹോൻ സിംഗ് ബക്ന അന്തരിച്ചു 1968 ഇതേ ദിനം. ലാഹോർ ഗൂഢാലോചനയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ശിക്ഷ ഇളവ് ചെയ്ത് ആജീവനാന്ത നാടുകടത്തലായി കാലാപാനിയിലേക്ക് മാറ്റി. സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു അവർ. കന്നഡ ഭീഷ്മർ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭ GV അയ്യർ അന്തരിച്ചു 2003 ഇതേ ദിനം. ദേശീയ അവാർഡ് നേടിയ 2 സംസ്കൃത ചലച്ചിത്രങ്ങളുടെയും നിർമ്മാതാവാണ്. ആണവോർജ കമ്മീഷൻ ചെയർമാൻ PK അയ്യങ്കാർ അന്തരിച്ചു 2011. ഭൗതിക ശാസ്ത്രജ്ഞനാണ്. 2 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മോത്തിലാൽ വോറ അന്തരിച്ചു 2020 ഇതേ ദിനം. കേന്ദ്രമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, AICT ട്രഷറർ കൂടിയാണ് അവർ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ ആർച്ചി സ്നേഹ. ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി. 90.8 FM. ഇത് മലയാളത്തിന്റെ മധുര തരംഗം. ജൻവാണി, ശ്രോതാക്കളുടെ പ്രിയവാണി.